എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് ഉള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാം, വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എങ്കിലും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 4 പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തതായിരിക്കണം, തൊലിയൊക്കെ ഇതുപോലെ കറുത്തിട്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങ എടുത്തിരിക്കുന്നുണ്ട്, ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന കൂടെ തന്നെ ഏലക്കായും ജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പഞ്ചസാരയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ശർക്കരയാണെങ്കിലും എടുക്കാം. ശർക്കര നേരത്തെ ഉരുക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി മിക്സിയുടെ ഇതേ ജാറിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചിരവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടി എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരമുറി തേങ്ങയാണ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്, ചെറിയ കപ്പിന്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു ലായനി പരുവത്തിലാക്കി വേണം നമുക്ക് എടുക്കുവാനായിട്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോളുകളാക്കി ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലായിട്ട് ഇത് വെള്ളമൊക്കെ വറ്റി എടുക്കണം. ഈ മധുരം ഇതിനകത്തൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ബോളുകളാക്കി ഒന്ന് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ബോളുകളാക്കി ഉരുട്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് തേങ്ങ ഒരുപാട് ഇങ്ങനെ വെറുതെ പോകാതെയൊക്കെ ഇരുന്നു കൊള്ളും. ഇത് മുഴുവനായി ഇതുപോലെ ബോളുകളാക്കി നമുക്കെടുക്കാം.
കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള പലഹാരമല്ലേ. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇനിയിപ്പോൾ അവധിക്കാലമല്ലേ, കുട്ടികളൊക്കെ കയറി ഇറങ്ങിയൊക്കെ പെറുക്കി തിന്നോളും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇത് മുഴുവനായിട്ട് ഞാൻ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളയാം. ഇത് നന്നായി പഴുത്ത ഏത്തപ്പഴമായിരിക്കണം. അതാണ് ഇത് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും. തൊലിയൊക്കെ ഇതുപോലെ കറുത്ത ഏത്തപ്പഴമായിരിക്കണം. ഇങ്ങനെ കറുത്ത തൊലിയാണെന്നും പറഞ്ഞ് നമ്മൾ ഏത്തപ്പഴം വെറുതെ കളയരുത്. ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ 4 ഏത്തപ്പഴവും ഇതുപോലെ തൊലി കളഞ്ഞ് നമുക്കെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് 2ആയിട്ട് മുറിക്കാം. ഇതിനകത്തുള്ള കറുത്ത അരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ ഒരു കത്തിക്ക് മുറിച്ച ശേഷം നമുക്കിതിനകത്തുള്ള ആ കറുത്ത അരികളൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് മാറ്റിക്കളയാം. ഇത് മുഴുവനായി ഇതുപോലെ തന്നെ കറുത്ത അരികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് ആവശ്യമായ പൊടി എടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 250 ഗ്രാം പൊടിയാണ് എടുത്തിരിക്കുന്നത്, അരിപ്പൊടി. അത് 1/2 കിലോയുടെ ഒരു പാക്കറ്റായിരുന്നു. അതിൻ്റെ നേർപകുതിയാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവി വെച്ചോ അതല്ലെങ്കിൽ നിങ്ങൾ കുടയ്ക്കുന്ന ഇത് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഇതുപോലെ ലാസ്റ്റ് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമല്ലേ, അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെ വീട്ടിലിരുത്താൻ പറ്റും. അല്ലെ കളിക്കാനൊക്കെ പുറത്തോട്ട് പോകത്തില്ലേ. ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണയായി കൊഴുക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇതുപോലെ ഉരുട്ടിയാൽ ഇത് നന്നായിട്ട് ഉരുളുന്ന ഒരു പരുവമുണ്ട്. ആ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോളുകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇരിക്കണം ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത്. ഇത് മുഴുവനായി ഇതുപോലെ തന്നെ നമുക്ക് ബോളുകളാക്കി ഒന്ന് എടുക്കാം.
എനിക്കിവിടെ 14 ബോളുകളാണ് ഉരുട്ടിയിട്ട് കിട്ടിയത്. കുറച്ച് ഒരു 2 കൊഴുക്കട്ടയ്ക്കുള്ള മാവ് മീതി ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള തേങ്ങ കറക്റ്റ് 14 എണ്ണവേ ഉള്ളായിരുന്നു. അത് പിന്നെ ഞാൻ അല്ലാതെ തന്നെ ഒരു പരത്തിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ അകത്തേക്ക് തള്ളവിരൽ കടത്തിക്കൊണ്ട് ഇങ്ങനെ റൗണ്ടാക്കി ഉള്ളിലൊരു ഹോളുണ്ടാക്കണം. ഇതേപോലെ തന്നെ. ഇത് വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് ബോൾ പോലെ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ വിരൽ കൊണ്ടൊന്ന് അമുക്കി നമുക്ക് ഇത് ബോളാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് കൈയുടെ വെള്ളയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാൻ പാടില്ലാത്ത തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തള്ളവിരൽ നടുക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കറക്കി ഹോളുണ്ടാക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ തന്നെ കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുമാണ്. ഇതുപോലെ ഇത് മുഴുവനും ഫില്ല് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം തേങ്ങ വെച്ച് ഫില്ല് ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് മീതി വന്ന പൊടി. ഇതൊരു 2 കൊഴുക്കട്ടയ്ക്കുള്ള പൊടി എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ കൈ കൊണ്ടൊന്ന് പരത്തി വെറുതെ ഒരു ഷേപ്പിൽ ഒന്ന് പരത്തി ഒന്ന് മടക്കി വെക്കുകയാണ്. അതൊരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. ഇങ്ങനെ കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടമാണ്. കാര്യം ഇത് വെറൈറ്റി ആണല്ലോ, അവർ കഴിച്ചോളും. എനിക്കിഷ്ടമാണ്, ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. തേങ്ങ ഇല്ലെന്ന് കണ്ടാൽ പെട്ടെന്ന് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിലേക്ക് അങ്ങ് ആക്കും. അപ്പം നമ്മൾ കഴിച്ചോളും. ഇനി ഇതെല്ലാം നമുക്ക് ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് വയ്ക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പരത്തിയതാണ്. ഇതും ഇരിക്കട്ടെ ഒരു സൈഡിൽ. തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കണമല്ലോ. അതൊരു വെറൈറ്റി ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരു 10 മിനിറ്റ് ആവിയിലൊന്ന് വെന്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തോ എന്ന്. അയ്യവ, നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നമുക്ക് നോക്കാം വെന്തോന്ന്. ഇതുപോലെ ഇതൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
എല്ലാ കൂട്ടുകാർക്കും നന്ദി.